പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോറപ്പിസ്കോ സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പാത്രിയാർക്കീസിൻ്റെ ആലുവ പള്ളിയിലെ ഇടപെടൽ പൈശാചികമായിരുന്നു എന്ന് IOC സഭയിലെ ബഹുമാനപ്പെട്ട MO ജോണച്ചൻ ഒരു പ്രസ്താവന നടത്തി ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാനത് കുറച്ചാൾ മുമ്പ് കണ്ടത്. അപ്പോൾ അതിനൊരു മറുപടി പറയണമെന്ന് വിചാരിച്ചു. ഗീവറീസ് ദ്വിതീയൻ കാതോലിക്കയുടെ കാലത്ത് സഭയിൽ സമാധാന ശ്രമങ്ങൾ നടന്നു. അന്ന് അന്ത്യോക്യ പാത്രിയാർക്കീസായിരുന്ന പരിശുദ്ധനായ യാക്കോബ് തൃതീയൻ പാത്രീസ് ബാവയായിരുന്നു. ആലോചനകൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമാധാനം ഉണ്ടാകാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ നിങ്ങളുടെ കാതോലിക്കായുടെ വാഴ്ച ശരിയല്ല. 1912 നിങ്ങളിവിടെ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു, കാതോലിക്കയെ വാഴിച്ചു എന്ന് പറഞ്ഞാൽ അബ്ദുൽ മിശിയ പാത്രിയാർക്കീസ് അന്ന് മുടക്കപ്പെട്ടവനാണ്. അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, അദ്ദേഹം മാനസികമായി വിഭ്രാന്തിയിലായി, ഓർമ്മയില്ല, മദ്യപാനം തുടങ്ങി. ഒരു സഭയുടെ തലവനായിട്ട് അദ്ദേഹത്തിന് പാത്രിയാർക്കീസിൻ്റെ പേരിൽ ഇരിക്കാനുള്ള അർഹതയില്ല, അദ്ദേഹത്തെ കൊണ്ടത് ഭംഗിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് ആഗമാന സിനോദോസിന് തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കിയത്. ആ അബ്ദുൽ മിശിഹായെ കൊണ്ടുവന്ന് നിങ്ങൾ 1912 ഇവിടെ കാതോലിക്കായ വാഴ്ച നടത്തിയത് ഒരിക്കലും സാധുവല്ല, ഞങ്ങൾക്കത് അംഗീകരിക്കാനും പറ്റില്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ മറ്റുള്ളവർ ആവശ്യപ്പെട്ടു, അങ്ങ് ഇതിന് സമ്മതിക്കുക, സഭയിൽ സമാധാനം ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ ആകട്ടെ. അപ്പം അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗീവറീസ് കാതോലിക്ക പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, എൻ്റെ പട്ടത്വത്തിന് ഒരു നിയമസാധുതയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിയമസാധുതയുണ്ട്. അപ്പോൾ ഈ അബ്ദുൽ മിശിഹ ഇവിടെ വരാൻ തന്നെ കാരണം, അന്ന് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ കൂടെ താമസിച്ച് സുറിയാനിയും മറ്റു കാര്യങ്ങൾ പഠിക്കുന്ന ഔഗേൻ ഷമ്മാശൻ അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ സൂത്രപ്പണിയാണ് ഈ അബ്ദുൽ മിശിഹ ഇവിടെ കൊണ്ടുവരാൻ കാരണം. അദ്ദേഹം പറഞ്ഞു, അബ്ദുൽ മിശിഹ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടിട്ടൊന്നുമില്ല, ഇപ്പോഴും അദ്ദേഹത്തെ പാത്രിയാർക്കീസായിട്ട് സഭ അംഗീകരിക്കുന്നുണ്ട്. കാരണം അബ്ദുൽ മിശിഹായുടെ ഖബറിങ്കൽ ധൂപ പ്രാർത്ഥന ഞാൻ നടത്തുന്നത് ഞാൻ കണ്ടു. അന്നത്തെ പാത്രിയാർക്കീസ് ബാവയും മറ്റ് മെത്രാപ്പൊലീത്തന്മാരും അച്ഛന്മാരൊക്കെ അവിടെ ധൂപം വയ്ക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന് പട്ടത്തൊലി ധൂപിക്കും. പട്ടത്തുമില്ലെന്ന് ആരും പറഞ്ഞില്ല. പാത്രിയാർക്കീസിൻ്റെ നടപടികളിൽ നിന്ന് അദ്ദേഹം മെത്രാന്മാർ പട്ടം കൊടുക്കുന്നു. പാത്രിയാർക്കീസിൻ്റെ അടുത്ത് സ്ഥാനം വഹിച്ചുകൊണ്ട് കർമ്മങ്ങളിലോ ശുശ്രൂഷകളിലോ സംബന്ധിക്കുന്നതാണ് വിലക്കിയത്. നിങ്ങൾക്ക് വിശ്വാസമല്ലെങ്കിൽ കുർക്രൂബ ദയറായിൽ പാത്രിയാർക്കീസ് ബാവയുടെ പടിയിലല്ല അദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്നത്, ദയറാക്കാരുടെ പടിയിലാണ്. അന്വേഷിച്ചവിടെ ചെന്ന് ദയറാക്കാരുടെ പടിയിൽ കൊഹനയ്ക്ക് ചെല്ലണതിന് എന്താ കുഴപ്പം? അത് കണ്ടിട്ടാണ് ഈ ഔഗേൻ ഷമ്മാശിന് ഇവിടെ വന്ന് ബഹളം കൂട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും നോമ്പിക്കേണ്ട, പിന്നെ എന്തിനാ നമുക്ക് അംഗീകരിക്കാൻ, അദ്ദേഹത്തോട് കൊണ്ടുവന്ന് നമുക്ക് കാതോലിക്കേറ്റ് സ്ഥാപിക്കാം, നമ്മൾ വേണ്ട കൽപ്പനകളൊക്കെ നമുക്ക് മേടിക്കാം, കാതോലിക്കയെ വാഴിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ കൊണ്ടുവന്നത്. ആദ്യം വായിച്ചത് മുറിവേറ്റത്തെ കാതോലിക്കയാണ്. പിന്നെയൊക്കെയാണ് ഗീവറീസ് കാതോലിക്ക ഭാഗം വന്നത്.
അതുകൊണ്ട് പരിശുദ്ധ പാത്രീസ് ബാബ തറപ്പിച്ച് പറഞ്ഞു, ഉറപ്പിച്ചും പറഞ്ഞു, ഒരു കാരണവശാലും ഇദ്ദേഹത്തിന് ഇതിൻ്റെ പട്ടത്വത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിന് അന്ത്യോക്യ പ്രതിനിധിയായി ഇവിടെ വന്നിരുന്ന മറിയൂരിയസ് ബാവായെയും വേറൊരു മെത്രാനെയും, അത് ആലുവയിൽ വലിയ തിരുമേനിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ തന്നെയാണ് ജോർജ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അങ്ങനെ രണ്ടുപേരെ ചുമതലപ്പെടുത്തി പത്രീസ് ബാവ. അപ്പോൾ ആലുവ പള്ളിയിൽ വെച്ചത് ക്രമീകരിച്ച് രാത്രിയിലും വന്നാലും മതി, കുഴപ്പമില്ല, പട്ടത്തും ശരിയായിട്ട് സ്വീകരിക്കണം. ഇപ്പോൾ ദ്വിതീയൻ കാതോലിക്ക, ഗീവരസ് കാതോലിക്ക പറഞ്ഞത്, എൻ്റെ പട്ടത്വത്തിന് ഒരു സാധുതയും ഇല്ല എന്ന് പറയുന്നത് ഞാൻ സമ്മതിക്കില്ല. ശരിയായ പട്ടത്വത്തിനാണ് എനിക്ക് കിട്ടിയത്. ഇനി സഭയിൽ സമാധാനം ഉണ്ടാകാൻ ഞാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനും ചെയ്യാം. എത്ര നല്ല മനസ്സാ അല്ലേ? അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ അദ്ദേഹത്തിന് അറിയാം ഈ പട്ടത്വം എനിക്ക് കിട്ടിയിരിക്കുന്നത് ശരിയായതല്ലെന്നും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അഹങ്കാരത്തിൻ്റെ ഭാഷയാണ്. യോഹന്നാൻ സ്ഥാപകൻ്റെ മുമ്പിൽ കർത്താവ് തലകുനിച്ചതുപോലെ ഞാനും നിന്ന് കൊടുക്കാം, ആരുടെ മുമ്പിൽ വേണമെങ്കിലും. സഭയിൽ സമാധാനം ഉണ്ടാവട്ടെ. അപ്പോൾ ശരിയായൊരു പശ്ചാത്തലവും അനുതാപവും അദ്ദേഹത്തിനില്ല. ഇതൊരു അഭിഷേക കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ആ കർമ്മത്തിൽ സംബന്ധിക്കാൻ വരുന്ന ആൾക്ക് അനുതാപവും ഇല്ല, പശ്ചാത്താപവും ഇല്ല, മാനസാന്തരവും ഇല്ലെങ്കിൽ അങ്ങനെ തലയിൽ കൈവച്ചിട്ടെന്ത് പ്രയോജനം? അങ്ങനെ എല്ലാവരും നിർബന്ധിച്ച് അദ്ദേഹം ആലുവ പള്ളിയിലെത്തി. ഏകദേശം പാതിരാത്രിയായി. പോകുന്ന വഴി ആളുകൾ കളിയാക്കി, അതൊക്കെ സഹിച്ച് അദ്ദേഹം ഇവിടെ വന്നു. അതൊക്കെ ശരിയാണ്. ഇപ്പോൾ ജോണച്ചൻ പറഞ്ഞ അവിടെ ഒരു ദൈവിക ഇടപെടലുണ്ടായി. യൂലിയോസ് ബാവായും മറ്റു മെത്രാനും അവിടെ കാണാനില്ല. അവർ പോയി. അവർക്ക് ധൈര്യമില്ല ഈ കാതോലിക്കയുടെ തലയിൽ കൈവയ്ക്കാൻ. അതാണ് ദൈവത്തിൻ്റെ ഇടപെടലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ പറയുന്നു ദൈവത്തിൻ്റെ ഇടപെടൽ ഞങ്ങൾക്കാണുണ്ടായത്. യോഹന്നാൻ സ്ഥാപകന് മുമ്പിൽ ഞാൻ കർത്താവ് തലോരിച്ചതുപോലെ ഞാൻ നിൽക്കുമെന്ന് പറയുമ്പോൾ കർത്താവ് ഗീവരീസ് കാതോലിക്കായും പട്ടം കൊടുക്കുന്നവർ പിന്നെ യോഹന്നാനുമായി, യോഹന്നാൻ സ്ഥാപകനുമായി. അത് താഴെ, കർത്താവിൻ്റെ താഴെയാണ്. കർത്താവിൻ്റെ താഴെ നിൽക്കുന്ന ഈ മെത്രാപ്പൊലീത്തന്മാർക്ക് കാതോലിക്കാക്കി എങ്ങനെ പട്ടം കൊടുക്കാൻ പറ്റും? അങ്ങനെ പട്ടം കൊടുക്കാൻ പറ്റും? അപ്പോൾ അത് ശരിയല്ല. വിവരം പാത്രീസ് അറിയിച്ചു, ബാവ അറിയിച്ചു, അങ്ങനെ വേണ്ട, നിങ്ങൾ തലയിൽ കൈവയ്ക്കേണ്ട എന്നു പറഞ്ഞു. ഇപ്പം അബ്ദുൽ മിശിഹ മുടക്കപ്പെട്ട പാത്രീസ് ആണെന്നുള്ള ആഗമന സിനോദോസിൻ്റെ തീരുമാനത്തിൽ സംബന്ധിച്ച് അത് മിനിറ്റ്സ് എഴുതി ഒപ്പിട്ട ആളാണ് ഈ യൂലിയോസ് ബാവ. അദ്ദേഹത്തിന് അറിയാം ഈ പട്ടം കൊണ്ട് സാധുതയില്ലെന്ന്. അത് സാധുത ഉള്ളതാക്കി തീർക്കാനാണ് പരിശുദ്ധ പാത്രീസ് ബാവ ഇവരെ ഏൽപ്പിച്ചത്. അപ്പോൾ ജോണച്ചത്തിൻ്റെ പറ ഇതെങ്ങനെയാണ് സാധൂകരണം? അങ്ങനെയാണ് ഈ മെത്രാപ്പൊലീത്തന്മാർ അവിടെ നിന്ന് പോയത്. അന്ന് ശരിയായ പട്ടത്തെ അദ്ദേഹത്തിന് കൊടുത്തിരുന്നുവെങ്കിൽ പിന്നെയും അവളുണ്ടാവും. 1964 ഈ അഫ്ഗാൻ ഷമ്മാസിനെ കാതോലിക്കയായി ഈ പരിശുദ്ധ പാത്രീസ് ബാവ തന്നെ വാഴിച്ചപ്പോൾ എല്ലാ ശാസ്ത്രങ്ങളും മാറ്റിവെച്ച് വെളുത്തുപ്പായി മാത്രമിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ തലകുനിച്ച് നിന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആദ്യം മെത്രാപ്പട്ടം കൊടുത്തിട്ടാണ് പിന്നെ കാതോലിക്ക സ്ഥാനം കൊടുത്തത്. അല്ലെന്നാരും പറയണ്ട. അങ്ങനെ പാത്രീസ് ബാവയെ ക്ഷണിച്ചുകൂടെ വരുത്തി 58 സമാധാനത്തിൻ്റെ പകരമായിട്ട്, അതിൻ്റെ പ്രതീകമായിട്ട്, അല്ലെങ്കിൽ അതിന് യോജിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത് കാതോലിക്കായി വായിച്ച അഫ്ഗാൻ കാതോലിക്ക ചെയ്തത് 71-72 വന്നപ്പോഴേക്കും ഞാൻ കൗമാശയുടെ സിംഹാസനത്തിലാണ് ആരൂഢനായിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കൽപ്പന എഴുതി വിഷയങ്ങളായി. എല്ലാവരും ഉണ്ടായി. 64 പാത്രീസ് ബാവ ഇവർ ക്ഷണിച്ച് എഴുന്നള്ളി വന്ന് പട്ടം കൊടുത്തതാണ്. അപ്പം അന്ന് കൊടുക്കാരുന്നത് സത്യമാണ്, ശരിയായത്.
ഇന്നും കൊടുത്തിട്ട് കാര്യമില്ല, അന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് സ്വതന്ത്ര സുഖമായി നിൽക്കണം. ആയിക്കോ, എന്തായാലും വിരോധം? അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ദൈവിക ഇടപെടൽ ഉണ്ടായത്. ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വെച്ചോ, നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ലത്. ഈ അഹങ്കാരിക്ക് വട്ടം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇതൊരു അഭിഷേകം പ്രാപിക്കല, വെറുതെ അല്ല. അത് പശ്ചാത്താപം, അനുതാപം, മാനസാന്തരതൊക്കെ വന്നിട്ട് വേണം ഇത് സ്വീകരിക്കാനേ. അല്ലെങ്കിൽ അതിനെന്തർത്ഥമുള്ളത്? ദൈവവിളിയല്ലേ? ഇതാണ് ഉണ്ടായ സംഭവം. അതിന് പരിശുദ്ധ പാത്രീസ് ബാവ ആലുവ പള്ളിയിൽ ഇടപെട്ടത് പൈശാചികമായി പോയി എന്ന് പറഞ്ഞാൽ ഞോണച്ചു പോകും. ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇത് കൊടുക്കാതിരുന്നത് പൈശാചികമല്ല, അനുഗ്രഹമായി എന്നാണ് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത്. എൻ്റെ പരിണിതഫലം നിങ്ങൾ തന്നെ കാണിച്ചു തന്നില്ലേ? അവൻ കാതോലിക്ക തന്നെ കാണിച്ചു തന്നില്ലേ? പത്രോസിൻ്റെ തോമായ്ക്ക് സിംഹാസനം ഉണ്ടെന്ന് പറഞ്ഞു വന്നത്. 12 സിംഹാസനം മധ്യാകാശത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അഗ്നിസിംഹാസനത്തിൽ കർത്താവ് എഴുന്നേറ്റ് വരുമ്പോൾ ഇവർക്ക് നിലം തൊടാത്ത 12 സിംഹാസനം അവിടെ ഉണ്ടാവും. ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കാൻ. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇസ്രായേലാണ് അവിടെ ഉള്ളത്. അവരെ നിങ്ങൾ ന്യായം വിധിക്കുമെന്ന് പറയുമ്പോൾ ഉത്തരതമ്പുരാൻ ന്യായവിധിയിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. ആ ന്യായവിധിയിൽ അപ്പോഴും നിങ്ങൾക്കൊരു സിംഹാസനം അവിടെ ഉണ്ടാവും. ഇവിടെ മധ്യാകാശത്തിൽ നിലം തൊടാത്തൊരു സിംഹാസനമാണത്. അഗ്നിസിംഹാസനമാണ് കർത്താവിൻ്റെ. അതിനോടൊന്നും തുല്യം പറയാൻ പറ്റില്ല കേട്ടോ. അവിടെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷമാണ്. തന്നെയല്ല, ഈ 12 സിംഹാസനത്തിലിരിക്കുന്ന ആ മെത്രാന്മാരെയും അല്ലെങ്കിൽ ആ സ്ലീഹന്മാരെയും അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെയും വിധിക്കുന്നത് കർത്താവാണ്. അവരും വിധിക്ക് കീഴ്പ്പെട്ടവരാണ്. അവരോട് വിധിക്കാൻ പറഞ്ഞെങ്കിലും അവരും വിധിക്ക് കീഴ്പ്പെട്ടവരാണ്. കർത്താവരെ വിധിക്കണം. മാലാഖമാർ ഇറങ്ങി ചെന്നു, ദുഷ്ടന്മാരിൽ നിന്ന് നല്ലവരെ വേർതിരിച്ചു. നല്ലവരെ കൊണ്ട് സ്വർഗ്ഗത്തിൽ പോയി എല്ലാത്തവർക്കും നിറവ് കൊടുത്തു. അപ്പം ആ സിംഹാസനം ഏതാ? ഈ സിംഹാസനം ഏതാ? ഇടയനലച്ചൻ എപ്പോഴും പറയണത് തന്നെയാണ്. 12 സിംഹാസനമുണ്ട്. അത് കർത്താവ് വന്നേക്കണാണ്. അതിനൊരു പരാതിയില്ല. ഞാനിപ്പോൾ കത്തോലിക്ക സഭയെ കുറ്റം പറയുന്നത് വിചാരിക്കരുത്. അല്ലെങ്കിൽ സഭയിലെ പരച്ചൻ എപ്പോഴും തോമാശ്ലീഹ സിംഹാസനം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ആരുടെ കീഴിലാണ്? ഇപ്പം ഒന്നോലെ മാർപ്പാപ്പയുടെ കീഴിലാണോ അതേ തോമാശ്ലീഹയുടെ സിംഹാസനത്തിന് കീഴിലാണോ? ഇപ്പം അദ്ദേഹം ഈ സീറോ മലബാർ സഭ ആരുടെ കീഴിലാണ്? 2 സിംഹാസനം ഒരു സഭയിൽ പാടില്ല. ഈ തോമാശ്ലീഹയുടെ സിംഹാസനം മാർപ്പാപ്പയുടെ സിംഹാസനത്തിന് കീഴെയാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെ പറയണില്ലോ. ഇപ്പം ഇവിടെ ഞങ്ങൾക്കൊരു കാതോലിക്ക ഉള്ളത്. ഇപ്പോഴത്തെ കാതോലിക്ക അബോർ ബസേലിയോസ് ജോസഫ് ബാവയാണ്. അദ്ദേഹം അന്ത്യോക്യ പത്രികസിൻ്റെ കീഴിലാണ്. മോറാൻമാർ ഗ്നാത്യോസ് അപ്രയം ദിദിയൻ ബാവയുടെ കീഴിലാണ് ഈ കാതോലിക്ക. അതാണ് സംഗതി. അങ്ങനെ വരാൻ പാടുള്ളൂ. അല്ലാണ്ട് തോമാശ്ലീഹയ്ക്കും പത്രോസ്ലീഹ സിംഹാസനം ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു സഭ 2 സിംഹാസനത്തിൻ്റെ കീഴിൽ വരണമെങ്ങനെയാണ്? ഒന്നുപോലെ മാർപ്പാപ്പയുടെ കീഴിലായിരിക്കണം. അല്ലാതെ പറ്റില്ല. മലങ്കര കത്തോലിക്ക സഭയുടെ തലവനായിട്ട് ക്ലീമിയസ് തിരുമേനി, കർദിനാൾ ക്ലീമിയസ് തിരുമേനി അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മാർപ്പാപ്പയുടെ അംഗീകാരത്തോടുകൂടി അദ്ദേഹത്തിന് കീഴിലായിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇന്ത്യയിലെ സഭയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. പക്ഷേ ആ തീരുമാനത്തോട് മാർപ്പാപ്പ ഏതെങ്കിലും കാര്യത്തിൽ വെട്ടിത്തിരുത്താൻ തിരുത്തൽ തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നത്? 2 സിംഹാസനത്തിൽ
ഒരു സഭ നിലനിൽപ്പില്ല. ഒന്നുകിലൊന്ന് ഹൈറാർക്കിയിൽ അത് പാലിക്കണം. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അന്ന് ദ്വരസിന്യൻ കാതോലിക്ക ഭാവമാക്കിയത് എന്ന് തന്നെ പറയട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് എപ്പോഴും ബഹുമാനമുള്ളൂ. ഒന്ന് പട്ടം കൊടുത്തിരുന്നെങ്കിൽ അതാണോ പൈശാചികമായി പോയത്. പിന്നീടുള്ള അനുഭവങ്ങൾ അങ്ങനെയായി. അതുകൊണ്ട് അച്ഛൻ ഇനിയെങ്കിലും അത് അങ്ങനെ ഉള്ള ഒരു വീഡിയോകൾ നടക്കരുത്. അത്തരം കേസ് പൈശാചിക ഇടപെടൽ നടത്തി എന്നൊക്കെ പറയുമ്പോൾ ഈ പൈശാചികത്വം ആരിലേക്കാണ് വരുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കും.